പ്രാഥമികമായി ഹോളി സ്പിരിറ്റിനെ നമുക്ക് നൽകിയത് എന്തിനാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ അതിൻ്റെ 2 കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നുള്ളത് കൊണ്ട് ഞാൻ ഇനി പാപത്തെ വെറുക്കും, പാപത്തെ സ്നേഹിക്കില്ല. എന്നാൽ ഹ്യൂമൻ വേയിൽ പാപത്തിൻ്റെ ശക്തി അത്ര ചെറുതല്ല. അങ്ങനെ പാപത്തിൻ്റെ ശക്തി എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ്റെ കൽപ്പനകളെ അനുസരിക്കണം. അതിനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ജീസസ് ഈസ് ഗിവിങ് യു ദി പവർ ടു റെസിസ്റ്റ് ഈവിൾ. തിന്മകളെ വെറുക്കാൻ ഉള്ള ശക്തി കർത്താവ് തരും. പാപത്തെ സ്നേഹിക്കുവാനല്ല, പാപത്തെ വെറുക്കുവാൻ. പലപ്പോഴും നമ്മൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ വരണം. വി നീഡ് ടു ഹെയ്റ്റ് സിൻ. ആ ഒരു ഹെയ്റ്റ് തന്നെ ഉണ്ടാക്കിയെടുക്കണം. ആ ഹെയ്റ്റ് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുന്നത് ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. ആദ്യമൊക്കെ ഞാനതുകൊണ്ടായി നമ്മൾ പറഞ്ഞല്ലോ, കൽപ്പനകളെ അനുസരിക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ആദ്യം ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും നമ്മൾ പാപത്തെ ഒഴിവാക്കുന്നത്. അത് എല്ലാവരുടെയും ലൈഫിൽ അങ്ങനെയാണ്. ആദ്യം ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാര്യം എന്തറിയാമോ, നമുക്ക് പാപത്തെ സ്നേഹമുണ്ട്, എന്നാൽ പാപം ചെയ്യാൻ നമുക്ക് മനസ്സുമില്ല. അവൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് ഒടുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറച്ച് മനസ്സിനകത്തെ യുദ്ധമെല്ലാം കഴിഞ്ഞിട്ട് ഒടുവിൽ നമ്മൾ പാപത്തെ ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ പാപം ചെയ്യാതിരിക്കുന്നു. പക്ഷെ അതൊരു പ്രിലിമിനറി സ്റ്റേജാണ്. കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന കാര്യം എന്നറിയാമോ? അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് പാപത്തിൽ നിന്ന് വിമോചനം പ്രാപിക്കുന്ന ഒരു സ്റ്റേജ് മാറിയിട്ട് പാപത്തെ വെറുക്കാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകും. ഞാൻ പറയുന്നത് നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടല്ലോ. ഹെയ്റ്റിങ് സിൻ. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഒരു സ്ട്രഗിളേ ഇല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ കള്ളു കുടിച്ചുകൊണ്ടിരുന്ന ഒരു ആൾ, once he was a drunkard, and all on a sudden, you know what happens? He is accepting Jesus, and then he will certainly he will not drink alcohol, but at the same time he will be many times, he has a desire for it. That's the preliminary stage. But after some time, you know what happens? The Holy Spirit will give a hate in our mind. So പിന്നെ കള്ളെന്ന് കണ്ട ഉടനെ തന്നെ, when we even see the board of a liquor shop, earlier we will like that. But when you will come to a stage where even you do not want to see the signboard of a liquor shop, that kind of thing will come in your life. And certainly you need to know that this kind of hate is given by the Holy Spirit. You get my point? പാപത്തെ വെറുക്കാൻ നമ്മളെ സഹായിക്കുന്നത് it is the Holy Spirit. First thing, of course, we have struggle. But the second thing, it is not just, finally it is not a struggle at all. That's the thing. And even when we read 1 Corinthians chapter 10, we see that there is I will read that passage later. It says that we are not struggling against, we are not fighting a fight of the flesh. Rather, we fight a spiritual fight. There are many things that comes to our mind. എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. But there is a struggle. Whenever I want to take a decision, you know what is happening? Two things are coming in my mind, whether I should do it or should not do it. But with the spiritual weapons, you know what is happening? ആ ആത്മീക ആയുധങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ എല്ലാ അനുസരണത്തിനെയും ക്രിസ്തുവിനായി പിടിച്ചടക്കുന്നെന്ന് പറയുന്ന, ആൻഡ് കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻസ് ആൻഡ് ക്യാരി
2 Corinthians chapter 10-ലാണ് നമ്മളിത് കാണുന്നത്. ഹൈ തിങ് ദാറ്റ് എക്സോൾട്സ് ഇറ്റ് സെൽഫ് അഗൻസ്റ്റ് ദ നോളജ് ഓഫ് ഗാഡ് ആൻഡ് ബ്രിങ്ങിങ് ഇൻ ടു ക്യാപ്റ്റിവിറ്റി എവറി തോട്ട് ടു ദി ഒബീഡിയൻസ് ഓഫ് ക്രൈസ്റ്റ്. See, bringing into captivity every thought. That is the work of the Holy Spirit. Many times the thing, every time we have two things in our mind, whether I should do it or I should not do it. Many times I struggle. I know I should not do that, but I want to do it. That is a struggle, a human struggle. I want to do something, but I know that is not spiritual, so I do not want to do it, and there is a struggle between this thing, whether I should do it or I should not do it. But when you are fighting in a spiritual way, otherwise, there's a big struggle. When we do it in a spiritual way, then it will help us to cast down imaginations and every high thing that exalts itself against the knowledge of God. So every thought, when two thoughts are coming, what is happening? One thought is in obedience with Christ and one thought is against the knowledge of God. So many times we are flowing into the line where we are obeying things that is not according to the knowledge of God, or it is against the knowledge of God. But when you are fighting a spiritual fight with the help of the Holy Spirit, the Holy Spirit will help you to cast down all imaginations and every high thing that exalts against the knowledge of Christ. And you will be able to bringing into captivity every thought into the obedience of Christ. രണ്ട് കാര്യമാണ്. ഒന്ന്, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന എല്ലാ സങ്കല്പങ്ങളും, അതൊരു സൈഡിൽ. രണ്ട്, ക്രിസ്തുവിൻ്റെ അനുസരണം. And many times with our own strength we cannot follow or obey everything that is in par with the obedience of Christ, but sometimes we are falling into the other side. But with the power of the Holy Spirit, we will be able to cast down all things against the knowledge of Christ and make captive of every thought to the obedience of Christ. ഈ ഫൈറ്റിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഹോളി സ്പിരിറ്റ്. I hope you understand. Every time we have two things in our mind. One, or there is a diversity. There are two things in opposite side. One side, things that is in par with against the things that are against the knowledge of God, and things that are in obedience with Christ. ഈ രണ്ട് മുന്നേ വന്ന് നിൽക്കുമ്പോൾ, when these two things are coming before us, Holy Spirit will help you always to cast, or always to bring into captivity every thought to the obedience of Christ. Next verse പറയുന്നതെന്നറിയാമോ? verse 6. verse 6ലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ കാണുന്നത്, and being alert to revenge all disobedience when your obedience is fulfilled. നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ, with the power of the Holy Spirit, our obedience will come to be, or our obedience will be fulfilled, or it will be complete. So ഈ കംപ്ലീറ്റ് ഒബീഡിയൻസിലേക്ക് നമ്മൾ വരണമെങ്കിൽ, if we are fighting the fight in our own strength, we can never come to complete obedience. It is the Holy Spirit that helps you to come to the complete obedience of the knowledge of Christ. അതാണ് പരിശുദ്ധാത്മാവ് നമുക്ക് കൽപ്പനകൾ അനുസരിക്കാൻ ശക്തി തരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതായ കാര്യം. അടുത്ത കാര്യം നമ്മൾ പറഞ്ഞല്ലോ, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഹി വിൽ ലീഡ് യു ടു ഓൾ ദ ട്രൂത്ത്.
as I told yesterday, you see, to all the truth. Of course, when we are ready to obey what is already revealed, only then He will reveal the rest of the things. It is a process. It's a process. So when God reveals a truth to you, make sure that you are obeying it. And sometimes, we pray, Lord, reveal me big things, oh Lord, and things like that. But the thing is, I tell you, if you need to receive more revelation, you need to obey what is already revealed. That's a big problem. That's a big problem. And when I was young, I used to pray, Lord, reveal me the truths of the Bible as it is. Every time I pray. Every time I pray. But I did not get much revelation. But once I prayed, Lord, reveal the truth of the Bible to me. I am ready to obey, even if it is costly. Once I said like that, God started, when I started obeying, God started revealing more truths from the Bible, not from outside the Bible, but from the Bible. കർത്താവെ നീ എനിക്ക് വെളിപ്പെടുത്തി തരണേ എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷെ വെളിപ്പെടുത്തി തന്ന് കർത്താവ് ചോദിക്കുന്നത് വെളിപ്പെടുത്തിയത് നീ അനുസരിച്ചോ എന്നാണ്. You see the difference? When you obey what is already revealed, then God will give you more revelation in our life. Revealed truths അനുസരിക്കാനായിട്ട് നമുക്ക് കഴിയണം. We need to obey everything that is revealed to us. Sometimes, there are very good people in the traditional churches. There are very good people in many of the evangelical churches. But God reveals some truth to them, but they are not obeying. You know what happens? The next of the... ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, I know there are many people who are living in evangelical circle. They know, they love the Lord, they do everything. But maybe sometimes God reveals them the truth about baptism. I'm just telling one example. But if they take baptism, they are losing all their credentials in the traditional church. So what happens? They say, Lord, I will do everything else. But God wants you to do the thing or obey the thing that God has revealed to you. So what happens? Again, they will continue in that thing. They received many truths. But there is a stumbling somewhere. എവിടെയോ ഒരു തടസ്സം. അവർ പിന്നെയും അവിടെ തന്നെ ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ദൈവം വെളിപ്പെടുത്തിയ ഒരു സത്യം, സ്നാനത്തെക്കുറിച്ചൊരു സത്യം വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അതനുസരിച്ചില്ലെങ്കിൽ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ദൈവം ഒറ്റ ദിവസം കൊണ്ട് തള്ളി നരകത്തിൽ കളയുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നെക്സ്റ്റ് ട്രൂത്തിലേക്ക് ഇവർക്ക് പോകാൻ കഴിയത്തില്ല. It is the same with baptism in the Holy Spirit. It's the same with everything. When God reveals a truth to you, pray for it and obey and receive it, and then God will lead you to the next truth. I get my point. Okay, my friends. നമ്മളെപ്പോഴും ഈ രീതിയിൽ ദൈവം വെളിപ്പെടുത്തുന്ന സത്യങ്ങൾ അനുസരിക്കാൻ തയ്യാറായിരിക്കണം. ദൈവം വെളിപ്പെടുത്തുന്ന സത്യങ്ങൾ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം അടുത്ത സത്യത്തിലേക്ക് നടത്തും. ഇല്ലെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾ നരകത്തിൽ പോകുന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. See, what I am telling, any truth when God reveals, if you obey it, He will lead you to the next truth. As I told yesterday, God will, maybe you'll remember what I said. God told me, I will lead you to new horizons. But horizons, the problem, you can see only one horizon at a time. If you want to see the next horizon, you need to go there. Likewise, when God reveals something, obey it. And when you obey it, He will lead you to the next truth. That's what we see. And the third thing that we see in
John chapter 14, verse 24 to 26. John chapter 14, verse 24 to 26. He that loveth me not he that loveth me not keepeth not my words. എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്ന വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേത് അത്രയെന്ന് ഉത്തരം പറഞ്ഞു. വേഴ്സ് 25. ഞാൻ നിങ്ങളോട് കൂടെ വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അതാണ് അതിനകത്തെ ഒരു കാര്യം. ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഹി ഷാൽ ടീച്ച് യു ഓൾ തിങ്സ് ആൻഡ് ബ്രിങ് ടു യുവർ റിമെമ്പറൻസ് ഓൾ ദാറ്റ് ഐ സെഡ് അൺടു യു. This is the work of the Holy Spirit. When I am in my life, when I am going through struggles and things like that, when I do not know what to do or what to tell, Holy Spirit will make me remember the words of Jesus. The words of Jesus. Maybe that is very costly, but He will make me remember. So that will help me to live a more holier life. Sometimes it will be costly. അതിന് സംശയമൊന്നുമില്ല. we have a mission leader in ദമോ, നൈനൻ. അപ്പോൾ ഞങ്ങൾക്ക് രാജപട്ടണ എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് വസ്തുണ്ട്, മിഷൻ്റെ സ്ഥലമാണ്. അപ്പം അവിടെ ഉള്ള ഒരുത്തൻ എന്ത് ചെയ്തു, അത് കുടിയേറിയിട്ട് നമ്മുടെ ചർച്ചിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ വന്ന ഒരു വീട് വെക്കാൻ തുടങ്ങി, സ്ഥലം ഇങ്ങനെ ക്യാപ്ചർ ചെയ്തിട്ട്. And somebody called Nainan and said this thing, and Nainan said, I am coming. And he went there. And everybody expected a big, fight and things like that. Now he will come, he will fight, he will beat and things like that. It's a local. So they expected a big riot. So Nainan went there, and you know what happened? He hugged the fellow and said, Mone, നിനക്ക് ഇവിടെ വീട് വെക്കണോ? കുഴപ്പമില്ല, ഞങ്ങളൊരു വി നീഡഡ് എ നെയ്ബർ, ഞങ്ങളൊരു അയൽക്കാരനെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു, നിനക്ക് വല്ല ഹെൽപ്പും വേണോ? നീ താമസിച്ചോ ഇവിടെ, ഒരു കുഴപ്പമില്ല. യു സി, അവിടെ എല്ലാവരും വലിയ വഴക്കൊക്കെ പ്രതീക്ഷിച്ചിരുന്നിടത്ത് എവറിഥിങ് ഇസ് ഇൻ എ ഡിഫറെൻറ്റ് വേ. യു സീ ദ ഡിഫറൻസ്. ഹൗ ഹീ കുഡ് സേ ദാറ്റ്? വെൻ ഹീ റീച്ച് ദെയർ, ദ ഹോളി സ്പിരിറ്റ് മെയ്ഡ് ഹിം റിമെമ്പർ. നിൻ്റെ ഉടുപ്പെടുക്കുന്നവന് പുതപ്പൂടെ കൊടുക്കണം. വെൻ സംബഡി ഈസ് ടേക്കിംഗ് യുവർ കോട്ട്, give him your blanket also. അത് യേശു പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചാലേ നമുക്ക് ഇത് പറയാൻ കഴിയത്തുള്ളൂ. The words of Jesus, He will make us remember the words of Jesus. ഒരിക്കൽ മിഷനിൽ വന്നുകൊണ്ടിരുന്ന ഒരു ചെറുക്കനുണ്ട്, ലോക്കലാണ്. അവൻ നമ്മുടെ മിഷനിലെ വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോയി. അപ്പോൾ നമ്മുടെ മിഷൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സൈജ അവന് വണ്ടി എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞ് ഓക്കെ, നമ്മളിപ്പോൾ എന്തോ ചെയ്യാനാണ്? ഞാൻ പോലീസിനെ വിളിച്ച കാര്യങ്ങളെല്ലാം പോലീസിനെ അറിയിക്കട്ടെ. എന്നാൽ ഞാൻ പറഞ്ഞു, ഇതാണോ ഞാൻ നിന്നെ പഠിപ്പിച്ചേ? എന്നിട്ട് പറഞ്ഞു, പിന്നെ എന്താ വെച്ചാൽ ചെയ്യണ്ടേ? നീ അവനെ വിളിച്ചാലും അവൻ വണ്ടി കൊണ്ടു തരത്തില്ല ചാ. ഞാൻ പറഞ്ഞു, വണ്ടി കൊണ്ടു തരാനല്ല വിളിക്കാൻ പറഞ്ഞ്. പിന്നെ അവനോട് പറ, മോനെ നിൻ്റെ പേരിലല്ലല്ലോ വണ്ടി, പോലീസ് വിളിച്ചാൽ പ്രശ്നമാണ്, അതുകൊണ്ട് നിനക്ക് എപ്പോഴാണ് സമയമെന്ന് പറ, വണ്ടി നിൻ്റെ പേരിലാക്കി തരാമെന്ന് പറയാൻ പറഞ്ഞു. ആണോ വച്ചോ? ഞാൻ പറഞ്ഞു, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ബിക്കോസ് അതാണ് യേശു കർത്താവ് പഠിപ്പിച്ചത്. So the Holy Spirit makes us remember the words of Jesus. But many times it is very costly. It is not easy. Is it easy? It is not easy. But that will help us to live a holy life. Holy Spirit is given so that we may live a holy life. I used to tell people there are two foundations for Christian life. One is the Holy Scripture, which tells you what is holy life. And the second thing is the Holy Spirit that will help you to live a holy life. ഈ രണ്ട് ഫൗണ്ടേഷനിൽ വേണം നമ്മൾ ക്രിസ്ത്യൻ ലൈഫ് പണിതെടുക്കാനായിട്ട്. You understand the difference? So
it helps us to remember. When we are confused, Holy Spirit makes us remember the words of Jesus. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, നാലാമത് നമ്മൾ പറയുമ്പോഴത്തേക്ക്, the name of the Holy Spirit, it is comforter. ഇല്ലേ, comforter or a counselor. അങ്ങനൊരു അർത്ഥം അതിനകത്തുണ്ട്, counselor or a comforter. Many times Holy Spirit comforts us, and even Holy Spirit will help us to come out of all the struggles that we are having, especially at the time of persecution. Book of Mark, chapter 13, verse 11 onwards, we see, അവിടെ നമ്മൾ കാണുന്നത്, അവർ നിങ്ങളെ കൊണ്ടുപോയി ഏൽപ്പിക്കുമ്പോൾ എന്തു പറയേണ്ടുവെന്ന് മുൻകൂട്ടി വിചാരപ്പെടരുത്. ആ നാഴികയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെ പറവീൻ. പറയുന്നത് നിങ്ങളല്ല, പരിശുദ്ധാത്മാവത്രേ. ഹോളി സ്പിരിറ്റിൻ്റെ ഒരു വർക്ക് എന്ന നിലയിലാണ് നമുക്ക് അത് കാണാൻ കഴിയുന്നത്. See, that is the work of the Holy Spirit. Even in Acts, ഞാനത് മുഴുവൻ വായിക്കുന്നില്ല, ആക്സ് ചാപ്റ്റർ 4 നമ്മൾ ഹോളി സ്പിരിറ്റ് വന്നതിന് ശേഷം അവർക്ക് സംസാരിക്കുന്നതൊക്കെ 4 വേഴ്സ് 1 to 21 നിങ്ങൾ വായിക്കുക. അതിനകത്ത് വേഴ്സ് 8 മാത്രം ഒന്ന് വായിച്ചാൽ, പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ജനത്തിൻ്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരേ എന്ന് പറഞ്ഞങ്ങ് വലിയ പ്രസംഗമാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പ് ഒരു വേലക്കാരിയുടെ മുമ്പിൽ വിറച്ച് നിന്നവനായി പത്രോസ്. പക്ഷേ ഹോളി സ്പിരിറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ആരോടാണ് സംസാരിക്കുന്നത്? ജനത്തിൻ്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ കേറി നിന്ന് പറയുക. ഇതിന് ശക്തി കൊടുത്തത് ആരാ? ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. It is the Holy Spirit. So the Holy Spirit will make you remember the words of Jesus. The Holy Spirit is a comforter, and then certainly it will help us to speak out what we need to speak at the right time, even when we are persecuted. And another thing, Holy Spirit helps us to be a witness for Jesus. ഇപ്പം ആക്സ് ചാപ്റ്റർ 1 വേഴ്സ് 8 നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ അറിയാമല്ലോ, ആക്സ് ചാപ്റ്റർ 1 വേഴ്സ് 8 എല്ലാവർക്കും അറിയാവുന്ന ഭാഗമായതുകൊണ്ട് അവിടെ പറയുന്ന എല്ലാവർക്കും അറിയാവുന്ന വേദവാക്യമാണത്. When the Holy Spirit will come upon you, you shall be my witnesses in Jerusalem, all Samaria, all Judea, Samaria, and to the ends of the earth. When the Holy Spirit will come upon you. പരിശുദ്ധാത്മാവ് വരുമ്പോഴെന്താണെന്നറിയാമോ? That gives us strength to be a witness of Jesus. ഒരു കാര്യം പറഞ്ഞാൽ, നമ്മളെല്ലാം ഷൈ ആൾക്കാരാണ്, അതിനൊന്നും യാതൊരു സംശയമില്ല. ഇപ്പം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോടൊക്കെ സുവിശേഷം പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി ഒന്നുമല്ല. ആണോ? എല്ലാവരോടും പോയി സുവിശേഷമൊക്കെ പറയാൻ ഹ്യൂമൻസ് നമുക്കൊരു എന്താ നമ്മുടെ ഭാഷ പറഞ്ഞ ഒരു ചമ്മലുണ്ട്. എന്തോ നമ്മളെ അവരെ ഒരു ഫനാറ്റിക്കായിട്ട് ചിന്തിക്കും, ഇല്ലേ? അല്ലെങ്കിൽ they will think that we are intruding into their privacy. ഇതൊക്കെയാണല്ലോ ഇവിടുത്തെ നമ്മൾ ഇങ്ങനെ ഇതുപോലുള്ള രാജ്യങ്ങളിലെ ഏറ്റവും വലിയ പ്രശ്നം. Who has given you the authority to intrude into my privacy എന്നൊക്കെ ചോദിക്കുന്ന. അപ്പോൾ അതൊക്കെ എന്തിനാണ് വഴക്കുണ്ടാക്കുന്നത്? അതുകൊണ്ട് ചില ആളുകൾ പറയാറുണ്ട്, ബ്രദറെ ഞങ്ങളങ്ങ് നന്നായിട്ടങ്ങ് ജീവിച്ചോളാം, പക്ഷേ ഈ സാക്ഷി പറയാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില ബുദ്ധിമുട്ടാണ്. പക്ഷേ when the Holy Spirit will come upon you, you shall be my witnesses. പലപ്പോഴും ആ ഹോളി സ്പിരിറ്റിൻ്റെ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് വിറ്റ്നസ്സസ് ആകാൻ പറ്റുന്നത്. That will help you to become a witness of Jesus. That will help you to keep your identity and reveal your identity everywhere. When I was talking to the young people yesterday, I told them, when I was in the university, in the hostels, I told them, I am different. I'm not like you. അങ്ങനെ ആ വാക്കല്ല ഉപയോഗിക്കുന്നത്. But I kept my identity and I revealed my identity. And none of the people around me were believers. They even didn't know when I said I am Pentecostal. But I kept my identity. I told you, Daniel, Azariah, Hananiah, Mishael, അവർക്കൊക്കെ
the world gave different names, but Daniel never called himself Belshazzar. You see, keep your identity. Keep your identity. And that will help you to be a witness of Jesus. That is a work of the Holy Spirit. That's a work of the Holy Spirit. So that helps you. So if you do not have the courage to be a witness to your colleagues or other people, pray, Holy Spirit, help me. Because that is a promise. That is one of the greatest promises in the Bible. When the Spirit of the Lord will come upon you, you shall be my witnesses. That's a big promise. So hold that promises. Sometimes, നമ്മുടെയൊക്കെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് ബ്രദറെ. എന്താ? നിനക്ക് 4 വീട് തരുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് ബ്രദറെ. ഈ വാഗ്ദത്തം എന്താ മുറുകെ പിടിക്കാത്തത്? മറ്റേ വാഗ്ദത്തം അങ്ങ് മുറുകെ പിടിക്കും, 4 വീട്. പക്ഷേ ഇതും ഒരു വാഗ്ദത്തം. എന്താണ്? യു ഷാൽ ബി മൈ വിറ്റ്നസസ്. അപ്പോൾ പറ, കർത്താവേ, എനിക്കതിനുള്ള ശക്തിയില്ല. മെനി ടൈംസ് ഐ ആം വിയേർഡ്, ഐ ഡു നോട്ട് നോ വാട്ട് ടു ഡു, ബട്ട് ഹെൽപ്പ് മീ ജീസസ്. ദാറ്റ് ഈസ് യുവർ പ്രോമിസ്. ഈ വാഗ്ദത്തം ഞാൻ മുറുകെ പിടിക്കുന്നു. ഐ വിൽ ബിക്കം എ വിറ്റ്നസ് ഫോർ ജീസസ്. സാക്ഷിയാകാനായിട്ട്. Then we need to know that Holy Spirit is a partner in witnessing. Chapter 15, John chapter 15 and verse 26 to 27. അവിടെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. സോ ദ ഹോളി സ്പിരിറ്റ് വിൽ ബി എ വിറ്റ്നസ്. നിങ്ങളും ആദ്യം മുതൽ എന്നോടുകൂടെ ഇരിക്ക കൊണ്ട് സാക്ഷ്യം പറവിൻ. He will give testimony about me, and because you are with me, you also be a witness. അപ്പോൾ ഇത് രണ്ടും കൂടെ പോകണം. സാക്ഷിക്കാൻ പോകുമ്പം തന്നെ പോകല്ല. നമ്മൾ പോകുമ്പോൾ പരിശുദ്ധാത്മാവിനെ കൂടെ കൊണ്ടുപോകണം. അപ്പം നമ്മൾ ഒരാളോട് പറയുകയാണെന്ന് വെച്ചാൽ, സുവിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ, നാച്ചുറലി വാട്ട് ഹാപ്പൻസ്, ആ സമയത്ത് അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് പറയും, ലുക്ക് അറ്റ് ദ ഫേസ് ഓഫ് ദിസ് മാൻ, ഹി ഈസ് ടെല്ലിങ് ദ ട്രൂത്ത്, അക്സെപ്റ്റ് ഇറ്റ്, ഹി ഈസ് ടെല്ലിങ് ദ വേ ടു ലൈഫ്, ഇറ്റേണൽ ലൈഫ്. ഹോളി സ്പിരിറ്റ് അവൻ്റെ മനസ്സിൽ സാക്ഷി പറയും. വേദത്തിൽ പറയുന്നുണ്ടല്ലോ, 2 പേരുടെ സാക്ഷ്യം കൊണ്ട് ഏത് കാര്യവും ഉറപ്പാകും, ഇല്ലേ? ഞാനും സാക്ഷ്യം പറഞ്ഞു, പരിശുദ്ധാത്മാവും സാക്ഷ്യം പറയുമ്പോൾ ഹി വിൽ ബി കൺവിൻസ്ഡ്. നമ്മൾ പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോയില്ലെങ്കിൽ, നമ്മൾ വലിയ കാര്യമായിട്ട് സാക്ഷി പറയുമ്പം പരിശുദ്ധാത്മാവില്ലെങ്കിൽ അവൻ്റെ ഉള്ളിൽ വേറൊരു ആത്മാവുണ്ട്. ആ ആത്മാവ് അവനോട് പറയും, കള്ളവാടാ, ചുമ്മാ ഇതൊന്നും കേൾക്കണ്ട, ഭ്രാന്തനാ. അപ്പോൾ അതുണ്ടാകാതിരിക്കണമെങ്കിൽ പോകുമ്പോൾ എന്തോ ചെയ്തോണം? ടേക്ക് ദ ഹോളി സ്പിരിറ്റ് വിത്ത് യു. ഹോളി സ്പിരിറ്റ് ഈസ് എ പാർട്ട്ണർ ഇൻ വിറ്റ്നസിങ്. പിന്നീട് ജോൺ ചാപ്റ്റർ 16 വേഴ്സ് 7 to 11 വായിക്കുമ്പോൾ ബോധ്യം വരുത്തുന്ന, കൺവിൻസ്, അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. ബട്ട് ദ തിങ്സ്, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് നമ്മളൊന്നുകൂടെ ഓർക്കുക. നമ്മുടെ സമയം കഴിഞ്ഞല്ലോ. എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ, എന്തിനാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയത്? ഹോളി സ്പിരിറ്റ് ഈസ് എ പേഴ്സൺ, കൽപ്പനകളെ അനുസരിക്കാനായിട്ട്. 2, സകല സത്യത്തിലും വഴി നടത്തേണ്ടതിന്. 3, യേശുവിൻ്റെ വാക്കുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുവാനായിട്ട്. 4, കംഫർട്ട് ചെയ്യാനായിട്ട്, നമ്മുടെ പ്രതിസന്ധികളുടെ സമയത്ത് നമ്മളെ കംഫർട്ട് ചെയ്യാനായിട്ട്. 5, സാക്ഷിക്കാനുള്ള ശക്തി തരുന്നു. ആക്ട്സ് ചാപ്റ്റർ 1 വേഴ്സ് 8. 6, സാക്ഷിക്കുന്നതിൽ നമുക്ക് പങ്കാളിയായിട്ട് നമ്മുടെ കൂടെ വരുന്നു. 7, ലോകത്തിന് പാപത്തെപ്പറ്റിയും നമുക്ക് നീതിയെപ്പറ്റിയും ന്യായവിധിയെക്കുറിച്ച് എല്ലാവർക്കും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്നു. ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കട്ടെ. വളരെ പെട്ടെന്ന് ഓടിച്ചു പറയായിരുന്നു, എങ്കിലും കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.